ഹായ് ഞാൻ ദീപ. ഷൊർണൂർ ഫാമ ഷെയറിൽ പോയി വന്നപ്പോൾ തൊട്ട് ഉള്ളൊരാഗ്രഹമാണ് എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അതായത് കൊറോണ സമയത്തായിരുന്നു ഞാൻ നല്ല തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവം. പിന്നെ എന്താണ് ബൊട്ടിക്ക് റീസ്റ്റാർട്ട് ചെയ്തു, ബാക്കി തിരക്കൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളത് നിർത്തിപ്പോയി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇപ്പോൾ ഒരു തരിശ് പോലെ കിടക്കുന്നത്. ഇനി അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. ആളെ വെച്ച് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഇനിഷ്യൽ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. മണ്ണ് ഒരുക്കുന്നത് തൊട്ട് ചാക്കി നിറയ്ക്കുന്നതും നല്ല പണിയാണ്. നല്ല പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തും കൈയും നടുവും എല്ലാം ഒരു പരുവാവും. പക്ഷെ അത് ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ഉള്ളൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത്. അപ്പോൾ ഞാനത് കുറേ നാളായിട്ട് വിചാരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കല്യാണത്തിന് തിരക്കായി, യാത്രകളായി, പിന്നെ തിരിച്ചു വന്ന് വയ്യാണ്ടായി അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച്. പക്ഷെ എൻ്റെ മൈൻഡ് ഒട്ടും സെറ്റല്ല. നമ്മൾ മൈൻഡ് ഒന്ന് കാമാക്കാൻ ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ വെൻ ഇൻ ഡൗട്ട് ബാക്ക് ടു നേച്ചർ എന്നൊക്കെ പറയുന്ന പോലെ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ വിത്തൊന്നുമില്ല. ഇനിയിപ്പോൾ അത് എല്ലാം ഒന്ന് സെറ്റാക്കാൻ 2-3 ആഴ്ചയെങ്കിലും എടുത്തിട്ട് ടെറസ് ഒന്ന് ഒരുക്കി വൃത്തിയാക്കി, പിന്നെ മണ്ണൊക്കെ ഒന്ന് ഒരുക്കണം. മണ്ണെല്ലാം മൊത്തം ഇത് കയറി ഇരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാൻ സമയം കുറേ എടുക്കും. അപ്പം ഞാൻ തൽക്കാലം ഒരു ആഗ്രഹത്തിന് ഇവിടെ ഇരുന്നൊരു ഉള്ളി ഇങ്ങനെ കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് നട്ടൊന്ന് ഉദ്ഘാടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെ മുറ്റത്തും ഒക്കെ ആയിട്ട് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ നമ്മൾ ഒരു വെള്ളം പോലും കൊടുത്തില്ലെങ്കിലും വളർന്നു വന്ന കുറച്ച് ചെടികളുണ്ട്. അതിനെയൊക്കെ ഒന്ന് കുറച്ച് എടുത്ത് ഇച്ചിരി വൃത്തിയായിട്ട് ബഞ്ചായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി പയ്യെ കുറേശ്ശെ ഏരിയാസ് എല്ലാം വൃത്തിയാക്കി, ഞങ്ങളുടെ വൃത്തിയാക്കലായിരിക്കും കുറച്ച് സമയം എടുക്കും. ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് അങ്ങനെ വയ്യാണ്ടായി അതുമായി. അപ്പോൾ അതിൻ്റെ പ്രോഗ്രസ് ഞാൻ പയ്യെ കാണിക്കാം. കാരണം ഇത് ഞാൻ ചെയ്യണം എന്ന് കരുതിയപ്പോൾ ഞാൻ ഒത്തിരി യൂട്യൂബ് വീഡിയോസാണ് കണ്ടത്. അപ്പോൾ അതിലിങ്ങനെ ഓരോരുത്തർ ചെയ്യുന്നതും വെള്ളം എടുക്കുന്നതും കാണുമ്പോൾ നമുക്കൊരു എന്നാൽ പിന്നെ നമ്മൾ ഇപ്പം ശരിയാക്കി കളയും ആ ഒരു ചിന്തയാണ്. അപ്പോൾ ജസ്റ്റ് അത് വേറെ ആളിലേക്ക് സ്പ്രെഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതുന്നത്. പക്ഷേ അത് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവത്തില്ല. ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, കാരണം ഈ കളിക്കുന്നതും മണ്ണിളക്കുന്നതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഒരു വേറെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരും കൂടെ ചിലപ്പോൾ ഇതിലേക്ക് ഇറങ്ങും. സോ ഞാൻ ഓൾറെഡി ഒരു മൊബൈൽ ഫോൺ അഡിക്റ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മൊബൈൽ നോക്കാതിരിക്കുന്ന ഒരു സമയം ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ, അടുക്കള നിൽക്കുമ്പോൾ പോലും ഞാൻ സൈഡിൽ മൊബൈൽ വെച്ചേക്കും. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് വേറെ എൻ്റർടൈൻമെൻറ്റ് ആവശ്യമില്ല. അപ്പോൾ പയ്യെ ആനീനെ ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട്. അവൾ എൻ്റെ വല്യമ്മയായിട്ട് വരും മൊബൈൽ അഡിക്ഷനിൽ. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം അവൾക്കും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ അത്ര ഹാപ്പി. പിന്നെ നമുക്ക് രണ്ടുപേർക്കും പേടിയുള്ളൊരു കാര്യം, ഇവിടെ ഒത്തിരി പാമ്പിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഞങ്ങളെ 2 അടി പുറകോട്ട് വെക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം. അപ്പോൾ നമുക്ക് കാണാം അടുത്തടുത്ത വീഡിയോയിൽ. ഓക്കെ.